അതെ, എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഇവന്റ് തന്നെയാണ്. എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. നമ്മള് ഞങ്ങളുടെ ടാഗ് ലൈൻ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഔഷധി, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് സെലിബ്രേറ്റ് എന്നാണ്. കണക്ട് ചെയ്യാം പുതിയ ആൾക്കാരെ, കൊളാബറേറ്റ് ചെയ്യാം. കൊളാബറേറ്റ് ആൾക്കാരുമായിട്ട് മാത്രമല്ല, പുതിയ ടെക്നോളജിയുമായിട്ട്, പുതിയ കാര്യങ്ങളുമായിട്ട്, നോളജുമായിട്ട് ഇതെല്ലാം കൊളാബറേറ്റ് ചെയ്യാം ആൻഡ് സെലിബ്രേറ്റ് ചെയ്യാം. അൾട്ടിമേറ്റ് സെലിബ്രേഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ബിസിനസ് എക്സ്പോ ആണ്, ഇതൊരു ടോക്ക് ഷോ ആണ്, പിന്നെ ഇതൊരു കൾച്ചറൽ ഇവന്റ് ആണ്, ഇതൊരു കോമ്പറ്റീഷൻ ഇവന്റ് ആണ്, ഇതൊരു ഫുഡ് ഫെസ്റ്റിവൽ ആണ്, ഇതൊരു റോബോട്ടിക് ഷോ ആണ്. അങ്ങനെ എല്ലാം ഉണ്ട് ഇതില്. ബേസിക്കലി നേരത്തെ അശ്വതി പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമുക്ക് എന്തെങ്കിലും പുതിയതായി കാണാൻ അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും നേടണം എന്ന ആഗ്രഹമുള്ള ഏതൊരാൾക്ക് വന്നാലും അവിടെ എന്തെങ്കിലും നിങ്ങൾക്കായിട്ടുണ്ടാവും. അവിടെ വരുന്ന ഓരോ മിനിറ്റും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാവുന്ന രീതിയിൽ അവിടെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് സെറ്റിംഗ് ആണ് തൃശ്ശൂർ വെച്ചിട്ട്. നമുക്ക് വലിയൊരു ഹോൾ അതിനെ അക്കോമഡേറ്റ് ഇല്ലാത്ത ഹോൾ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ശക്തൻ ഗ്രൗണ്ട് ഫുള്ള് കവർ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും എൻട്രി ഫ്രീ ആണ്. എല്ലാവരും അതിലത് ഭാഗമാകുക, അത് ട്രൈ ചെയ്യാം. പൊതുവെ നമ്മൾ പറയും തൃശ്ശൂരുകാര് നല്ല ബിസിനസ് മൈൻഡുള്ള ആളുകളാണെന്ന്. അങ്ങനെ ബിസിനസ് മൈൻഡുള്ള ആളുകള് പുതുതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ബിസിനസിനെ എൻലാർജ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന, ഗ്രോത്ത് ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്കായിട്ട് തൃശ്ശൂർ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവം നടക്കാനായിട്ട് പോവുകയാണ്. യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹലോ റേഡിയോ 90.8. ഇത് നമ്മുടെ ശബ്ദം, നമ്മുടെ റേഡിയോ. നമ്മുടെ തൃശ്ശൂര് വലിയൊരു ആഘോഷം വരാനിരിക്കുകയാണ്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മഹാമേള നടക്കാൻ പോവുകയാണ്. എമർജിംഗ് തൃശ്ശൂർ 2025 ഹോസ്റ്റഡ് ബൈ BNI. അപ്പോൾ ആ വിശേഷങ്ങൾ, എമർജിംഗ് തൃശ്ശൂർ 2025 എക്സ്പോയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഈ വിശേഷങ്ങളെല്ലാം നമ്മളോട് പങ്കുവെക്കാനായി എമർജിംഗ് തൃശ്ശൂർ 2025 പ്രോഗ്രാമിന്റെ എക്സ്പോയുടെ ചെയർമാൻ ആയിട്ടുള്ള അഭയൻ, അതുപോലെ തന്നെ കൺവീനർ ആയിട്ടുള്ള നിയാസ് അഹമ്മദ്, രണ്ടുപേരും നമ്മുടെ കൂടെയുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ഭയങ്കര തിരക്കിലായിരിക്കും രണ്ടാളും അല്ലേ? നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനിരിക്കുകയാണ്. നമ്മള് എമർജിംഗ് തൃശ്ശൂർ 2025 എക്സ്പോനെ കുറിച്ച് അതെന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഡീറ്റെയിലേക്ക് പോവാം അല്ലേ? അതെ. എമർജിംഗ് തൃശ്ശൂർ എന്ന് പറയുന്നത് ഒരു എക്സ്പോ അല്ലെങ്കിൽ ഒരു ബിസിനസ് കോൺക്ലേവ് എന്നതിലുപരി ഞങ്ങളുടെ വലിയൊരു വിഷനാണ്. അതായത് തൃശ്ശൂരിൽ ഒരു നെക്സ്റ്റ് ബിസിനസ് ഏരിയ എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ വിഷൻ ചെയ്തതിൻ്റെ ഒരു റിയാലിറ്റിയിലേക്ക് വരികയാണ് ഈ ഫോമാറ്റിലേക്ക് വരുമ്പോൾ. നമ്മൾ എക്സ്പോ പല രീതിയിലുള്ള എക്സ്പോകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എക്സ്പോ എന്നുള്ളതിന് പകരം നമ്മൾ എമർജിംഗ് തൃശ്ശൂർ എന്നുള്ളൊരു പേരിടാൻ സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാരണമുണ്ട്. തൃശ്ശൂരിൽ നമ്മൾ ട്രഡീഷണൽ ബിസിനസ്സുകാരും അതുപോലെ MSME സെക്ടറിലുള്ളവരും വളരെ വലിയ ബ്രാൻഡുകളൊക്കെ ഉയർന്നു വന്നൊരു സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. പക്ഷെ പുതിയ ടെക്നോളജിയും ഇന്നോവേഷൻസും അതുപോലെയുള്ള ആൾക്കാരും ഒക്കെ മറ്റുള്ള പല ജില്ലകളെയും അപേക്ഷിച്ച്, ചില ജില്ലകളെ അപേക്ഷിച്ചിട്ട് തൃശ്ശൂരിൽ അതിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ചിലപ്പോൾ വളർന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതെത്തിക്കുക എന്നുള്ളതിന്റെ ഒരു വലിയ സ്റ്റാർട്ടായിട്ടാണ് നമ്മൾ എമർജിംഗ് തൃശ്ശൂരിനെ കാണുന്നത്. ഇത് ഓരോ ദിവസവും ഓരോ ആഘോഷമായിട്ടാണ് നമ്മൾ എമർജിംഗ് തൃശ്ശൂർ നടത്തുന്നത്. ഇപ്പോൾ നമ്മുടെ എക്സ്പോ 5-ാം തീയതി മുതൽ 9-ാം തീയതി വരെ 5 ദിവസമാണ് എക്സ്പോ നടക്കുന്നത്. 5 ദിവസം ഓരോരോ തീം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഓരോ ദിവസത്തെയും കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? അതെ, നമ്മൾ ശരിക്കും ഈ 5 ദിവസങ്ങളും ഓരോ പേര് അല്ലെങ്കിൽ ഓരോ തീം ഇട്ടിട്ടാണ് അത് ചെയ്യുന്നത്. ഈ തീമിൽ ഓരോരോ ദിവസവും സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളുണ്ട്. അതിനനുസരിച്ചാണ് ഈ തീം ബേസ്ഡ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ശരിക്കും ആദ്യത്തെ ദിവസം നമ്മൾ എമർജൻസ് ഡേ എന്നാണ് നമ്മൾ പേരിട്ടിട്ടുള്ളത്. എമർജൻസ് ഡേ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് എന്നുള്ള അർത്ഥമുണ്ട്. അതുകൂടാതെ അന്ന് നടക്കുന്നത് ഉച്ചയ്ക്ക് 2 മണി മുതൽ BNI ഫാമിലിയുടെ ഒരു ഗെറ്റ് ടുഗദറാണ്. BNI മെമ്പേഴ്സ് 560ഓളം മെമ്പേഴ്സ് ഉണ്ട് BNIക്ക് തൃശ്ശൂർ ബിസിനസ്സുകാർ. അവരുടെ ഒരു ഫാമിലി ആയിട്ടുള്ള ഗെറ്റ് ടുഗദറും പ്രോഗ്രാംസ് ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ട് 6 മണിക്ക് നമ്മളുടെ ഉദ്ഘാടന സമ്മേളനമാണ്. ഈ ഉദ്ഘാടന സമ്മേളനം മേയറാണ് നമ്മുടെ എക്സ്പോ ഉദ്ഘാടനം ചെയ്യുന്നത്. അതുകൂടാതെ എല്ലാ ദിവസവും നമ്മൾ വൈകിട്ട് ഒരു സാംസ്കാരിക പരിപാടി ഉണ്ടാവും. ആ സാംസ്കാരിക പരിപാടിയിൽ നമ്മൾ തൃശ്ശൂരിലെ പ്രശസ്തനായ ഒരു ബിസിനസ് ഐക്കൺ ആദരിക്കുന്നുണ്ട്. അന്നും അതുണ്ടാവും. അത് ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോ വ്യക്തികളെയാണ് ആദരിക്കുന്നത്. അങ്ങനെ ഒരു സാംസ്കാരിക സമ്മേളനം, ഉദ്ഘാടന സമ്മേളനത്തോടെയാണ് ഇത് തുടങ്ങുന്നത്. സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം നമ്മൾ ഉടൻ ഇറങ്ങാൻ പോകുന്ന ലുക്മാൻ അഭിനയിച്ചിട്ടുള്ള, പ്രധാന നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള അതിഭീകര കാമുകൻ എന്ന പടത്തിന്റെ ഒരു പ്രൊമോഷൻ കൂടി ഉണ്ടാവും അന്ന്. അതിൽ നായിക നമ്മളോട് ഒന്നിച്ചിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ അതിന്റെ സംവിധായകനുണ്ട്. അവരുടെ ഒരു പ്രൊമോഷൻ ഇത് അവിടെ നടക്കും നമ്മുടെ വേദിയിൽ വെച്ചിട്ട്. അതിനുശേഷം നമുക്ക്
വളരെ പ്രശസ്തനായ ഒരു DJ ആർട്ടിസ്റ്റായ ഡീനിന്റെയും ടീമിന്റെയും ഒരു DJ പ്ലസ് ഡാൻസ് പെർഫോമൻസും അന്ന് നടക്കും. അതാണ് ഫസ്റ്റ് ഡേയിലെ പരിപാടികൾ. ഗ്രാൻഡ് ആണല്ലോ പരിപാടികളൊക്കെ. ഫസ്റ്റ് ഡേ തന്നെ അതിഗംഭീരമായിട്ടാണ് മേയർ ഉദ്ഘാടനം ചെയ്യുന്നു നമ്മുടെ പ്രോഗ്രാം ഇവന്റ്. അതുപോലെ തന്നെ ഫിലിം പ്രൊമോഷൻ അവിടെ നടക്കുകയാണ് അല്ലേ. അതിഭീകര കാമുകൻ എന്ന് പറയുമ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്, ലുക്മാന്റെ സിനിമയാണ്. നമ്മുടെ തൃശ്ശൂർക്കാരിയായിട്ടുള്ള ദൃശ്യയാണ് അതിലെ ഹീറോയിൻ. അതുകൂടാതെ നമ്മൾ എല്ലാവരും ആഘോഷിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണല്ലോ. 5 ദിവസവും നമുക്ക് ഓരോരോ ആഘോഷങ്ങൾ, നൈറ്റ് ഇവന്റ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഡീൻ ആൻഡ് പാർട്ടിയുടെയാണ് ഫസ്റ്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് അവരാണ് എത്തുന്നത് അല്ലേ. ആക്ച്വലി ഡീൻ നമ്മളെ തന്നെ BNI ഒരു മെമ്പറും കൂടിയാണ്. ഒരു ഓൾ ഇന്ത്യ എന്നല്ല, അതിൽക്ക് മേലെ ഇന്റർനാഷണൽ അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു DJ ആർട്ടിസ്റ്റും കൂടിയാണ്. അതെ, ഒരുപാട് ഫാൻസ് ഉള്ള ആളുകളെ കരുത്ത് അമ്മാനാടാൻ കഴിവുള്ള ഒരാളാണല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും അങ്ങനെ ഫസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞു വളരെ ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്, പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ഡേയ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത ഓരോ ദിവസവും ഓരോ തീം ബേസ്ഡ് ആണ് അല്ലേ. അപ്പോ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ പ്ലാനിങ് എന്തൊക്കെയാണ്? സെക്കൻഡ് ഡേയിലേക്ക് നമ്മൾ ഇന്നോവേഷൻ ഡേ എന്നാണ് പേരിട്ടിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ ചുറ്റും ബിസിനസ്സിലായാലും അല്ലാതെയും കുറേയേറെ ഇന്നോവേഷൻസ് നടക്കുന്നുണ്ട്. ഈ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട്, ഗവൺമെന്റ് ഏജൻസിയായ കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് ക്ലബ് ചെയ്തിട്ടാണ്. അന്നിപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷന്റെ CEO അടക്കമുള്ള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഒഫീഷ്യൽസ് എല്ലാവരും വരുന്നുണ്ട് നമ്മുടെ കൂടെ. അതുപോലെ തന്നെ ഒട്ടേറെ ഡിഗ്നിറ്ററീസ് ഉണ്ട് സംസാരിക്കുവാനായിട്ട്. നമ്മുടെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിന്റെ സ്റ്റാർട്ടപ്പ് ഇന്നോവേഷന്റെ ചാർജുള്ള ഡോക്ടർ സുധീർ ഉണ്ട്. അതുപോലെ തന്നെ സിമെറ്റിലെ സയന്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ സീമയുണ്ട്. അങ്ങനെ ആ രീതിയിലുള്ള ആൾക്കാരുണ്ട്. കൂടാതെ കേരളത്തിൽ തന്നെ വലിയ സക്സസ് ആയി തീർന്ന സ്റ്റാർട്ടപ്പുകളുടെ ഫൗണ്ടേഴ്സ് വരുന്നുണ്ട്. ഇന്റർവെൽ എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പിന്റെ ഫൗണ്ടറായ റമീസ് അലി, അതുപോലെ റിയാഫിന്റെ ഫൗണ്ടർ, അങ്ങനെ കുറേയേറെ ഫൗണ്ടേഴ്സ് വരുന്ന ആൾക്കാരാണ്. ദേവൻ ചന്ദ്രശേഖരൻ, ഫിസലേജ് എന്ന് പറയുന്ന വളരെ ഇന്ത്യ മുഴുവൻ അറിയപ്പെട്ടിട്ടുള്ള, ഇപ്പൊ ജൈടെക്സിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പാണത്. ഡ്രോൺ ആണ്, ഒരു പ്രത്യേക തരം ഡ്രോൺ വികസിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്കാർ പങ്കെടുക്കുന്ന പ്രോഗ്രാംസ് ആണ്. അപ്പോൾ അതിന്റെ ഡിഫറെന്റ് പ്രോഗ്രാം ഒന്ന് നടക്കുകയാണ്. അതായത് ഫൗണ്ടേഴ്സ് ഡേ, കേരളത്തിലെ മുഴുവൻ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സും വരുന്ന ഫൗണ്ടേഴ്സ് ഡേ. സ്റ്റാർട്ടപ്പ് 360 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അത് സ്റ്റാർട്ടപ്പിനെ കുറിച്ചോ, എങ്ങനെ സ്റ്റാർട്ടപ്പ് തുടങ്ങണം, അതിലുള്ള ലീഗൽ കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് ഇത് മാർക്കറ്റ് ചെയ്യേണ്ടത്, ഇതൊക്കെ അറിയാൻ വേണ്ടി ഒരു ക്ലിനിക്ക് പോലെയാണ് നടത്തുക. 6ഓളം പേര് ഇരിക്കുന്നുണ്ടാവും. സംശയമുള്ളവർക്ക് വന്നിട്ട് അവിടെ നിന്ന് ഒരു കൺസൾട്ടിങ് പോലെ ഫ്രീ ആയിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് തിരിച്ചു പോകാം. 1-to-1 ആയിരിക്കും, ഓരോരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അത് രാവിലെ മുതൽ വൈകിട്ട് വരേണ്ട, ആർക്കും നേരിട്ട് വന്ന് അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് പങ്കെടുക്കാം. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ അതിനുള്ള ചാൻസ് കിട്ടാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും. അവർക്കൊക്കെ ശരിക്കും യൂട്ടിലൈസ് ചെയ്യാവുന്ന ഒരു എക്സ്പോ തന്നെയാണ് ഇതിലുള്ള ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ. അതെ. അത് കൂടാതെ വളരെ പ്രശസ്തരായിട്ടുള്ള വനിതാ സ്റ്റാർട്ടപ്പ് സംരംഭകർ സംസാരിക്കുന്നുണ്ട്. അവരുടെ സ്റ്റോറി പറയുന്ന സെഷൻ ഉണ്ട്. പിന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വനിതകൾക്കായിട്ട് പ്രത്യേകമായിട്ടുള്ള കുറെ സ്കീംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. പിന്നെ നമുക്ക് ഒരു വൈകിട്ട് ഒരു പാനൽ ഡിസ്കഷനും കൂടി ഉണ്ട് അന്ന്. അതേസമയം നമുക്ക് രാവിലെ മുതൽ വൈകിട്ട് നേരം വരെ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സെലക്ട് ചെയ്തിട്ടുള്ള കേരളത്തിലെ 40ഓളം സ്റ്റാർട്ടപ്പുകളുടെ ഒരു പ്രദർശനം അന്ന് മാത്രമുണ്ട്. അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഒരു എക്സ്പോ പോലെ വേറെ തന്നെ ഒരു എക്സ്പോ അറേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ടപ്പ് എക്സ്പോ ആ ഒരു ദിവസം മാത്രം. അപ്പോൾ കേരളത്തിലെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറേ സ്റ്റാർട്ടപ്പുകൾ കാണാനും അന്ന് സാധിക്കും. അന്ന് വൈകുന്നേരത്തിന് ശേഷം നമ്മൾ സാധാരണ പോലെ അന്ന് സാംസ്കാരിക പരിപാടിയുണ്ട്. അന്ന് കല്യാൺ സ്വാമിനെ നമ്മൾ ആദരിക്കുകയാണ്. 2ാമത്തെ ദിവസം 6-ാം തീയതി. അതുപോലെ തന്നെ ആ പ്രോഗ്രാമിന് ശേഷം നമ്മൾ പ്രശസ്ത സിനിമാ താരമായ രമ്യ നമ്പീശന്റെ ലൈവ് ബാൻഡ് ഷോ ആണ് വരുന്നത്. ഇത്രയാണ് അന്നത്തെ പ്രോഗ്രാംസ്. ഇന്നോവേഷൻ ഡേയുടെ പ്ലാനിംഗ് ആണ് അല്ലേ. ഇനി 3rd ഡേ വരുമ്പോ അത് ഇൻഡസ്ട്രീസ് ഡേ. 3rd ഡേ വരുന്നത് ഇൻഡസ്ട്രീസ് ഡേ എന്നുള്ള പേരിലാണ്. ഇൻഡസ്ട്രീസ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ നടത്തുന്നത് KSIDCയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അതുപോലെ തന്നെ MSME ഡിപ്പാർട്ട്മെന്റിന്റെ DFO തൃശ്ശൂർ ഓഫീസുമായിട്ടും സഹകരിച്ചിട്ടാണ് നടത്തുന്നത്. ആ ദിവസങ്ങളിൽ ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുക. രാവിലെ വലിയൊരു ടോക്ക് ഷോ ഉണ്ട്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് KSIDCന്റെ MD ആയിട്ടുള്ള വിഷ്ണുരാജ് IAS അന്ന് നമുക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ചെയർമാൻ ആയിട്ടുള്ള ബാലഗോപാൽ ചന്ദ്രശേഖർ ഉണ്ട്. ഇദ്ദേഹം നയിക്കുന്ന ഒരു വലിയ പാനൽ ഡിസ്കഷൻ ഉണ്ട്. ഒരുപക്ഷെ തൃശ്ശൂരിന് എല്ലാവരും കേട്ടിരിക്കേണ്ട ഒരു ചർച്ചയാണത്. ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ വളർന്നിട്ടുള്ള 4 ഇൻഡസ്ട്രിയലിസ്റ്റുകൾ നമ്മളോടൊന്ന് സംസാരിക്കുകയാണ്. 4 ബ്രാൻഡുകളെ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. ഒന്ന് VKC, അതുപോലെ തന്നെ ഡെന്റ് കെയർ,
മൂന്നാമത്തത് സിന്തൈറ്റ്, നാലാമത്തെ അഗാപ്പെ. ഇങ്ങനെ 4 ലോകം മുഴുവൻ അറിയപ്പെടുന്ന കേരളത്തിൽ നിന്നുള്ള ഇൻഡസ്ട്രീൻ്റെ ഓണേഴ്സ് വന്ന് നമ്മളോട് സംസാരിക്കുകയാണ് അവിടെ. അതിൻ്റെ ഒരു പാനൽ ഡിസ്കഷനാണ് ഇത്. വിഷൻ 2030 എന്നാണ് നമ്മൾ പേരിട്ടിട്ടുള്ളതിന്. കാരണം 2030 കേരളത്തിലെ ഇൻഡസ്ട്രി എങ്ങനെ ആയിരിക്കണം എന്ന് വിഭാവനം ചെയ്യുന്ന ഒരു പാനൽ ഡിസ്കഷനാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം വളരെ കഷ്ടപ്പാടിലൂടെ വളർന്നു വന്നിട്ട് വിജയം വരിച്ച 2 സംരംഭകർ അവരുടെ ഒരു അതിജീവനത്തിൻ്റെ അല്ലെങ്കിൽ ഇത്രയും വലിയ സക്സസ് ആയിട്ടുള്ള 2 ഇൻഡസ്ട്രിയലിസ്റ്റുകൾ അവിടെ സംസാരിക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം. അത് കഴിഞ്ഞിട്ട് അന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നത് വൈകിട്ട് ഇതുപോലൊരു സാംസ്കാരിക സമ്മേളനമുണ്ട്, സാധാരണ എല്ലാ ദിവസവും ഉള്ളതുപോലെ. അന്ന് നമ്മുടെ കൂടെ മിനിസ്റ്റർ രാജൻ എത്തിച്ചേരുന്നുണ്ട്. അന്ന് രാത്രിയിൽ നമ്മുടെ കേരളത്തിലെ വളരെ പ്രശസ്തരായിട്ടുള്ള ഫാഷൻ ഡിസൈനേഴ്സ് ഒരുക്കുന്ന വലിയൊരു മെഗാ ഫാഷൻ ഷോ നടക്കുകയാണ്. 100-ലധികം മോഡൽസ് ആണ് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ഇതാണ് മൂന്നാമത്തെ ദിവസം. ദിവസം 3 ആയിട്ടുള്ളെങ്കിലും പരിപാടികൾ ഗംഭീരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും എത്ര പരിപാടികൾ, ഓരോ സെഷൻസ് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നും അത്രയും ഗ്രാൻഡ് ആയിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഒറ്റ ദിവസം. അപ്പോൾ ഈ ഒരു 5 ദിവസം കഴിയുമ്പോൾ എന്തൊക്കെയായിരിക്കും ഇനി വരാനിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇനി നമുക്ക് 4ാമത്തെ ദിവസത്തേക്ക് കടന്നാലോ? യെസ്, 4ാം ദിവസത്തിന് നമ്മൾ നെയിം ചെയ്തിട്ടുള്ളത് ഇക്കോ സിസ്റ്റം ഡേ എന്നാണ്. എല്ലാ ടൗണിലും അല്ലെ ഏത് ജില്ലയിലായാലും ഏതൊരു പ്രത്യേക ടൗണിലായാലും അവിടെ വ്യവസായം അല്ലെങ്കിൽ സംരംഭകരുടെ ഒരു ഇക്കോ സിസ്റ്റം, അത് കേരളത്തിൽ മുഴുവൻ എടുത്താലും അത് വളരുവാൻ വേണ്ട ഒരു അന്തരീക്ഷം വേണ്ടുന്നുണ്ട്. പക്ഷെ ഇതിന്റെ പിന്നിൽ നിശബ്ദമായിട്ട് അല്ലെങ്കിൽ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളും വ്യക്തികളും ഉണ്ട് ഇഷ്ടം പോലെ. അവരെ കൂട്ടിച്ചേർത്തുകൊണ്ട്, അങ്ങനെ പ്രശസ്തരായ കുറച്ച് പേരെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മളൊരു പാനൽ ഡിസ്കഷനാണ് അന്ന് വരുന്നത്. അത് ലീഡ് ചെയ്യുന്നത് ഇൻഫോ പാർക്കിന്റെ CEO ആയിട്ടുള്ള സുശാന്ത് കുറുന്തിലാണ്. അതിൽ സംസാരിക്കുന്നതും അങ്ങനെയുള്ള ആൾക്കാരാണ്. ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രതിനിധിയുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന നെറ്റ്വർക്കിംഗ് ചെയ്യുന്ന, അതായത് ഈ ഒരു നെറ്റ്വർക്ക്, ബിസിനസ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന, അതിനെ വളർത്തുന്ന ആൾക്കാർ അതിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ BNIന്റെ തന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള ബെസ്റ്റിൻ അന്ന് നമ്മുടെ ആ സെഷനിൽ പങ്കെടുക്കുന്നുണ്ട്. BNIനെ കുറിച്ചിട്ടും അദ്ദേഹം വിശദീകരിക്കും ആ സെഷനിൽ വെച്ചിട്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വരുന്നത് അന്ന് ഒരു സെഷനാണ്, ഒരു ബിസിനസ് ടോക്ക് ഷോയാണ്. അന്താരാഷ്ട്ര പരിശീലകനായിട്ടുള്ള അഡ്വക്കേറ്റ് വാമൻ കുമാർ, വളരെ പ്രശസ്തനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് ടോക്ക് ഷോ അന്ന് നടക്കുകയാണ്. ബിസിനസ്സുകാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ടോക്ക് ഷോ നടക്കുകയാണ്. അന്ന് വൈകുന്നേരം ഇതേപോലെ തന്നെ ഒരു സാംസ്കാരിക സമ്മേളനമുണ്ട്. അതിനുശേഷം രാത്രിയിൽ അന്ന് നടക്കുന്നത് നമ്മുടെ മെമ്പറും അതുപോലെ തന്നെ D4 ഡാൻസിൻ്റെ കൊറിയോഗ്രാഫർ കൂടിയായിട്ടുള്ള ഷാനി സെയിനിൻ്റെ വലിയൊരു ഡാൻസ്, അവരുടെ ടീമിൻ്റെ വലിയൊരു ഡാൻസ് പെർഫോമൻസ്, ഒരു ഡാൻസ് ധമാക്ക അന്ന് നൈറ്റിൽ നടക്കുകയാണ്. അങ്ങനെയാണ് 4ാമത്തെ ദിവസം എൻഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫൈനൽ ഡേയിലേക്ക് പോയാലോ? യെസ്, ഫൈനൽ ഡേ ഭയങ്കര ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. കാരണം അതിന് നമ്മൾ പേരിട്ടിട്ടുള്ളത് ശരിക്കും ആ ഒരു രീതിയിൽ തന്നെ പോയാൽ ഫ്യൂച്ചറിസ്റ്റിക് ഡേ എന്നാണ്. ഇനി എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, അതിനെ നമ്മുടെ വ്യവസായ മേഖലയിൽ മാത്രമല്ല നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന മാറ്റങ്ങളെ കാണിച്ചു തരുന്ന ഒരു ദിവസമാണ് 5th ഡേ എന്ന് പറയുന്നത്. അതിന് നമ്മൾ പേരിട്ടിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ഡേ എന്നാണ്. ഓക്കെ, അന്ന് ഫസ്റ്റ് നടക്കുന്നത് AVGC ആൻഡ് XR സെക്ടർ, അതായത് ഓഡിയോ വിഷ്വൽ ഗ്രാഫിക്സ്, അതുപോലെ ആനിമേഷൻ, അതേപോലെ തന്നെ ഗ്രാഫിക്സ്, എക്സ്റ്റൻഡഡ് റിയാലിറ്റി, ഇതിലൊക്കെയുള്ള മാറ്റങ്ങൾ നമ്മുടെ ലൈഫിലും അതുപോലെ ബിസിനസ്സിലും നമ്മുടെ ചുറ്റിലും വരുത്തുന്ന മാറ്റങ്ങൾ ചർച്ച ചെയ്യുകയാണെന്ന്. നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത് റിലീസ് ചെയ്ത് വളരെ ഹിറ്റായിട്ടുള്ള ലോക, കാന്താര, ഈ 2 ഫിലിമിൻ്റെയും ആനിമേഷൻ സ്റ്റുഡിയോസ് അന്ന് വരികയാണ്. അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ്, ആ ആനിമേറ്റേഴ്സ് ഇവിടെ വരികയാണ്. അവർ നമ്മളുമായിട്ട് സംസാരിക്കേണ്ടത് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തതെന്നും ഇതിൻ്റെ സാധ്യതകൾ എന്താണ് ഈ മേഖലയിലെന്നും, ആർക്കൊക്കെ വരെ ഇതൊക്കെ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും കോളേജ് കഴിഞ്ഞവർക്ക് ക്രിയേറ്റീവ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെയധികം ഒരു നോളജ് കിട്ടുന്ന ഒരു സെഷൻ ആയിരിക്കും. അപ്പോൾ അവരതിൻ്റെ ഡെമോൺസ്ട്രേഷൻ അടക്കം കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 5ഓളം പേര് അണിനിരക്കുന്ന ഒരു പാനൽ ഡിസ്കഷനാണ്. വേൾഡ് ഡിസൈൻ കൗൺസിലിൻ്റെ ഇന്ത്യ ഡയറക്ടറാണ് അത് മോഡറേറ്റ് ചെയ്യുന്നത് ആ പ്രോഗ്രാം. ഉച്ചയ്ക്ക് ശേഷം
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ ബിസിനസ്സിൽ അതിനെക്കുറിച്ചിട്ട് ഒരു ഡെമോൺസ്ട്രേറ്റീവ് സെഷൻ ഉണ്ടാവും. അതിനുശേഷം വളരെ കൗതുകകരമായ ഒരു പരിപാടി നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു പെറ്റ് ഫാഷൻ ഷോ ആണ്, പെറ്റ്സിൻ്റെ ഫാഷൻ ഷോ നടക്കുകയാണ് അവിടെ. വളരെ ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ പെറ്റ്സിൻ്റെ ഫാഷൻ ഷോ അന്ന് വൈകിട്ട് കാണാം. 4 മണി മുതൽ 6 മണി വരെയാണ്. അതിനുശേഷം നമ്മുടെ സമാപന സമ്മേളനം നടക്കും. വൈകിട്ട് 6 മണി മുതൽ 7:30 വരെ സമാപന സമ്മേളനം ഉണ്ടാവും. അന്നും ഒരു വിശിഷ്ട വ്യക്തി ആദരിക്കും. പ്രശസ്തരായ ആൾക്കാരുണ്ടാവും വേദിയിൽ. അതിനുശേഷം നൈറ്റിൽ ആതിരം എന്ന് പറയുന്ന നാടൻ പാട്ടിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ബാൻഡാണ്. തെയ്യം അടക്കം സ്റ്റേജിൽ വന്നുകൊണ്ട് പെർഫോം ചെയ്യുന്ന ഒരു വലിയ പ്രോഗ്രാമാണത്. ആ പ്രോഗ്രാമോട് കൂടിയാണ് നമ്മുടെ പ്രോഗ്രാമിന് സമാപനം. നീണ്ട നിരയാണ്. നമുക്ക് പ്രോഗ്രാം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല, കുറേ പറയാനുണ്ട്. ഓരോന്നും നമ്മളെങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആണ്, ഓരോന്നും അതിനേക്കാൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ വേറെ ലെവലാണെന്നുള്ളതാണ്. കാരണം ഞാനിപ്പോൾ ഇത്രയും കേട്ടതിൽ ഞാൻ വിചാരിച്ചു, പ്ലാൻ ചെയ്തു. എനിക്ക് ഓരോരുത്തർക്കും പ്ലാൻ ചെയ്യാട്ടോ ഏത് ദിവസം ആർക്കൊക്കെ വേണം. കാരണം ആ ഒരു ഇൻട്രസ്റ്റിംഗ് ഏരിയ അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു സെക്കൻഡ് ഡേ എടുക്കാം. വിമൻ എൻ്റർപ്രിനേഴ്സിന് വേണ്ടിയിട്ടുള്ള സെഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെടുക്കാമെന്ന്. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അടുത്ത ദിവസം വീണ്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറൊരു കാര്യം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നല്ല, എല്ലാ ദിവസവും വന്ന് ആസ്വദിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അവിടെ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ടൈം നോക്കിയിട്ട് 5 ദിവസവും പ്രോഗ്രാംസ് നോക്കി ടൈം നോക്കി ഷെഡ്യൂൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷനായിട്ട് ബിസിനസിൻ്റെ കാര്യത്തിൽ അങ്ങനെ പോവാം. ഇനി എൻ്റർടൈൻമെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ഏരിയയിൽ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, നോക്കി വന്ന് അറ്റൻഡ് ചെയ്ത് പോവാം. ഇതൊക്കെ പോട്ടെ, ബിസിനസ്സായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകൾക്കും വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കാണാനും ആസ്വദിക്കാനും ഉണ്ട് അല്ലേ. നമ്മൾ ബിസിനസ്സുകാരെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, എല്ലാവർക്കും വന്ന് ആസ്വദിക്കാൻ, തൃശ്ശൂർക്കാർക്ക് മൊത്തം ആഘോഷിക്കാനുള്ള ഒരു വെടിമരുന്നാണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതുകൊണ്ട് തീർന്നിട്ടില്ല, ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അതെന്തൊക്കെയാണെന്ന് നിയാസ് സാർ ഒന്ന് പറയൂ. ആക്ച്വലി ഇപ്പൊ അബേട്ടൻ പറഞ്ഞതിനേക്കാൾ ഇതിന്റെ അത്ര തന്നെ വേറെ ഇനി 2 സെഷൻ കൂടി അവിടെ നടക്കുന്നുണ്ട്. അതായത് ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ, തീർന്നിട്ടില്ല. ആക്ച്വലി നമ്മൾ ഓരോ ദിവസങ്ങളിൽ, നമുക്ക് ഈ 5 ദിവസങ്ങളിൽ നമ്മൾ ഫുൾ പാക്ഡ് ആയിട്ടാണ് അവിടെ ചെയ്യുന്നത്. ബേസിക്കലി ഓരോ ഇവന്റും അല്ലെങ്കിൽ ഓരോ ദിവസം തന്നെ ഒരു ഇവന്റ് ആക്കി ചെയ്യാവുന്ന രീതിയിലുള്ള സ്കെയിലാണ് നമ്മൾ ഈ 5 ദിവസം പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. തൃശ്ശൂർ ശക്തൻ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഏകദേശം 100,000 സ്ക്വയർ ഫീറ്റോളം നമ്മൾ കവർ ചെയ്തിട്ട് ജർമ്മൻ സ്ട്രക്ചറിൽ ഫുള്ളി AC ഇന്ന് തൃശ്ശൂർ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇവന്റ് ആക്കിയിട്ടാണ് നമ്മൾ അതിനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 200-ലധികം സ്റ്റാളുകൾ അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും റീറ്റെയിൽ ആയിട്ട് വാങ്ങേണ്ടതായതോ അല്ലെങ്കിൽ എന്തെങ്കിലും B2B അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കോ എന്ത് സാധനങ്ങളെ കുറിച്ചിട്ടും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട്. തൃശ്ശൂരിൽ നിന്ന് മാത്രമല്ല, ഓൾ കേരളയിൽ നിന്ന് മാത്രമല്ല, ഈവൻ തമിഴ്നാട്ടിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നടക്കം എക്സിബിറ്റേഴ്സ് അവിടെ ഉണ്ട്. തൃശ്ശൂർ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ എക്സിബിറ്റേഴ്സ് ഉള്ള ഒരു ഇവന്റും കൂടിയായിരിക്കും ഇത്. കൂടാതെ നേരത്തെ അബേട്ടൻ പറഞ്ഞത് കുറെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ നാളുകളിലേക്ക് മാറാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. കൂടാതെ നമ്മുടെ കുറെ ക്രിയേറ്റീവ് സൈഡുകളുണ്ട് നമുക്ക്. അതിനനുസരിച്ചിട്ടുള്ള ഒരു 7ഓളം കോമ്പറ്റീഷൻസ് നമ്മൾ അവിടെ നടത്തുന്നുണ്ട്. സ്കൂൾ കുട്ടികളും മുതൽ കോളേജ് സ്റ്റുഡൻസിന് മുതൽ ഈവൻ റെസിഡൻഷ്യൽ അസോസിയേഷൻസും ക്ലബ്ബുകളും ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ട്, വലിയ സ്കെയിലുള്ളത്. ഫോർ എക്സാമ്പിൾ തിരുവാതിരക്കളിയുടെ വലിയൊരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, നാടൻപാട്ട് മത്സരത്തിൻ്റെ വലിയൊരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, ഡ്രോയിങ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, ഡാൻസിൻ്റെ വേറെ തന്നെ കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ട്. കൂടാതെ വീരനാട്യം എന്ന് പറഞ്ഞിട്ട് ഇന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന വീരനാട്യം എന്ന് പറഞ്ഞിട്ട് ഹെവി പ്രോഗ്രാമായിട്ട് നടക്കുന്നുണ്ട്. ഇതോടെ കഴിഞ്ഞില്ല. ഇത് മാത്രമല്ല, നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല എല്ലാ ടൈപ്പിലുള്ള ഫുഡുകളും സ്റ്റോളുകളും ജ്യൂസുകളും ഒക്കെ ആയിട്ടുള്ള വലിയൊരു ഫുഡ് കോർട്ടും കൂടി നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം 700 പേർക്ക് ഇരിക്കാവുന്ന 700-800 പേർക്ക് ഇരിക്കാവുന്ന AC ഓഡിറ്റോറിയം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. രാത്രിയിൽ ഇപ്പം നടക്കുന്ന ഓരോ പ്രോഗ്രാമിനും നമ്മൾ അതിനെ ഓപ്പൺ ചെയ്തിട്ട് വലിയ ക്രൗഡിന് കാണിക്കാവുന്ന ഫുഡ് കോർട്ട് അവിടെ ഉണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ ബാക്കി സാധനങ്ങൾ. ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇവിടേക്ക് കടക്കാനായിട്ട് എത്ര രൂപയുടെ പാസ്സാണ് ഉണ്ടായിരിക്കുക എന്നുള്ളതായിരിക്കും. ഇതിന് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് നമുക്ക് എത്ര രൂപ വരെ സ്പെൻഡ് ചെയ്യാൻ പറ്റും? എത്ര രൂപയായാലും എനിക്ക് തോന്നുന്നു അത് കൂടുതലായി തോന്നില്ല. കാരണം അത്രമാത്രം കാര്യങ്ങൾ അവിടെ അകത്ത് കയറി കഴിഞ്ഞാൽ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടുള്ള ഒരു എൻട്രി ആണ് അവിടെ ഉള്ളത്. നിങ്ങൾക്ക് ഇതിന് നേരത്തെ അശ്വതി ചോദിച്ച പോലെ ഇതിന്റെ എന്താണ് ഇപ്പൊ നമുക്ക് ഇത്രയൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ഷെഡ്യൂളുകളാണെന്നുള്ളത് നമുക്ക് നല്ലൊരു വെബ്സൈറ്റ് നമ്മൾ ഇതിന് ചെയ്തിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ ഓരോ ദിവസത്തെ ഷെഡ്യൂളും എന്തൊക്കെ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ക്ലാരിറ്റിയിൽ അത് കിട്ടും. കൂടാതെ ഫേസ്ബുക്ക് അതേപോലെ ഇൻസ്റ്റാഗ്രാമിലും എമർജിങ് തൃശ്ശൂർ എന്ന് പറയുന്ന 2 പേജുകൾ വർക്കിംഗ് ഉണ്ട്. അതിനെ നിങ്ങൾക്ക് ഫോളോ ചെയ്താലും നിങ്ങൾക്ക് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസുകൾ കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റുകൾ അവിടെ ഉണ്ടാവും.
എൻട്രി ഫ്രീ ആണ്. മാത്രമല്ല ഇതിൽ നമുക്ക് ഏകദേശം 1000 സ്ക്വയർ ഫീറ്റിൽ വലിയൊരു റോബോട്ടിക് ഷോ ഉണ്ട്. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾ, കോളേജ്, അതെല്ലാം നമുക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ട് ഈ റോബോട്ടിക്സിലും അതേപോലെ IoT-യിലൊക്കെ പുതിയ സാധ്യതകൾ നോക്കി നടക്കുന്ന ആൾക്കാർക്ക് ഉള്ള ഒരു തരത്തിലുള്ള റോബോട്ടിക് ഷോ പോലും അതിനുള്ളിലുണ്ട്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ഓരോരോ ടൈമിലും ഫുള്ളി പാക്ഡ് ആണ് ഓരോ ദിവസവും. ഒരുപാട് കാര്യങ്ങളാണ് അവിടെ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഏരിയാസ് ഉണ്ട്. അങ്ങനെ 5 ദിവസമുണ്ട്. അപ്പോൾ ഒരു ദിവസം വന്ന് നമുക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലും അടുത്ത ദിവസം വരണോ, പിന്നത്തെ ദിവസം വരണോ, 5 ദിവസവും വരണോ, ഒരു പ്രശ്നമില്ല. കാരണം ഫ്രീ എൻട്രി ആണെന്നുള്ളതാണ് അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. മാത്രമല്ല നമുക്ക് ഇപ്പോൾ ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമല്ല ഈ ഒരു പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് അയ്യോ ഇത് ഞാനും ബിസിനസ്സായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾക്കും വന്ന് ആസ്വദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അറിയാനായിട്ടും എന്റർടൈൻമെന്റ് കുറെ പ്രോഗ്രാംസ്, കോമ്പറ്റീഷൻസ് ഒക്കെ പറഞ്ഞില്ലേ, അതിലൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും അതിന്റെ പരിപാടികൾ ആക്ച്വലി നമ്മൾ ഓൾറെഡി അതിന്റെ ഒരു രജിസ്ട്രേഷൻ നമ്മൾ മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പല പ്രോഗ്രാംസും നമ്മൾ അതിന്റെ ഒരു ക്ലോസിംഗ് സ്റ്റേജിലാണ്. നമ്മൾ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും മുൻകൂട്ടി പോവുകയും അതുപോലെ റെസിഡൻഷ്യൽ അസോസിയേഷനൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരു QR കോഡ് വെച്ചിട്ട് അവർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇനിയുള്ള ദിവസങ്ങളിലും അവിടെ വന്നിട്ട് പിറ്റേ ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്ത് പിറ്റേ ദിവസം പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. അപ്പൊ നമുക്ക് ടൈം തീർന്നിട്ടില്ല, അയ്യോ തീർന്നു ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു വിഷമിക്കണ്ട. ഫസ്റ്റ് ഡേ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അടുത്ത ദിവസങ്ങളിൽ എന്തൊക്കെയാണ്. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ പറഞ്ഞ വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാലോ. അപ്പൊ നിങ്ങൾക്ക് വേഗം തന്നെ രജിസ്റ്റർ ചെയ്യാൻ, കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ളവര് ടൈം കഴിഞ്ഞു എന്ന് വിചാരിച്ചാലും വിഷമിക്കണ്ട. ഇനി ഇപ്പൊ ഇൻട്രസ്റ്റ് കൂടി വരികയാണ്. നമുക്ക് ഫുഡ് കോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. വന്നു കഴിഞ്ഞാൽ അപ്പൊ ഇതൊക്കെ ആസ്വദിക്കാനും നല്ല ഭക്ഷണം കഴിക്കാനും, പിന്നെ അത് കഴിഞ്ഞ് കൾച്ചറൽ ഇവന്റ്സ്, പ്രോഗ്രാംസ് ഓരോ ദിവസവും ഗംഭീരമാണ്. അത് DJ പ്രോഗ്രാം ഉണ്ട്, പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, ഫാഷൻ ഷോ ഉണ്ട്, പെറ്റ് ഫാഷൻ ഷോ ഉണ്ട്. അങ്ങനെ ഒരുപാട് നമ്മുടെ കേരള തനിമയുള്ള ഡാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വെസ്റ്റേൺ ടൈപ്പ്, പല ടൈപ്പ് കൾച്ചർ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്താണോ ഒരാൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആസ്വദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അതെല്ലാം കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഗംഭീരമായിട്ട് ഇത് പ്ലാൻ ചെയ്ത് ഇവിടെ എത്തിച്ചെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായിട്ടുണ്ടല്ലേ. BNI തൃശ്ശൂരിന്റെ ആ ഒരു എഫേർട്ട്, അതിനെ കുറിച്ചൊന്ന് പറയൂ. ഇനീഷ്യലി നമ്മൾ ഒരു 3 ദിവസത്തെ പ്രോഗ്രാം ആയിട്ടാണ് നമ്മൾ തുടങ്ങിയത്. പിന്നെ അത് 4 ആയി, 5 ആയി. ഇനി 5 ദിവസത്തിൽ കൂടുതൽ ഒരു എക്സ്പോ നടത്താൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഇതിനെല്ലാം കൂട്ടി നമ്മൾ ഒന്നിലേക്ക് ആക്കിയത്. ഇതിന്റെ പിന്നിലൊരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു BNI തൃശ്ശൂർ എന്ന് പറയുന്ന റീജിയന്റെ എല്ലാ ബിസിനസ് ഓണേഴ്സിന്റെയും കോൺട്രിബ്യൂഷൻ ഇതിന്റെ പിന്നിലുണ്ട്. ഞങ്ങളൊരു 10-11 പേരുടെ ഒരു ഓർഗനൈസിങ് കമ്മിറ്റീനെ റീജിയൻ, അതായത് തൃശ്ശൂർ ഇല്ല 560 മെമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ നമ്മളെ സെലക്ട് ചെയ്തിട്ട് ആ ഒരു വലിയ ചുമതലയാണ് ഞങ്ങളെ ഏൽപ്പിച്ചത്. അപ്പം ഞങ്ങളുടെ ടീമും അതിന്റെ കൂടെ ഒരു സപ്പോർട്ടിംഗ് ടീം എന്നുള്ള രീതിയിൽ 560 മെമ്പേഴ്സ് ഞങ്ങളുടെ പിന്നിലുണ്ട്. അപ്പൊ ആ ഒരു എഫേർട്ട് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ബിസിനസ് എക്സ്പോ ആണ്, ഇതൊരു ടോക്ക് ഷോ ആണ്, പിന്നെ ഇതൊരു കൾച്ചറൽ ഇവന്റ് ആണ്, ഇതൊരു കോമ്പറ്റീഷൻ ഇവന്റ് ആണ്, ഇതൊരു ഫുഡ് ഫെസ്റ്റിവൽ ആണ്, ഇതൊരു റോബോട്ടിക് ഷോ ആണ്. അങ്ങനെ എല്ലാം ഉണ്ട് ഇതിൽ. ബേസിക്കലി നേരത്തെ അശ്വതി പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമുക്ക് എന്തെങ്കിലും പുതിയതായി കാണാൻ അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും നേടണം എന്ന ആഗ്രഹമുള്ള ഏതൊരാൾക്കും വന്നാലും അവിടെ എന്തെങ്കിലും നിങ്ങൾക്കായിട്ടുണ്ടാവും. അവിടെ വരുന്ന ഓരോ മിനിറ്റും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാവുന്ന രീതിയിൽ അവിടെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് സെറ്റിംഗ് ആണ് തൃശ്ശൂർ വെച്ചിട്ട്. നമുക്ക് വലിയൊരു ഹോൾ അതിനെ അക്കോമഡേറ്റ് ഇല്ലാത്ത ഹോൾ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ശക്തൻ ഗ്രൗണ്ട് ഫുള്ള് കവർ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും എൻട്രി ഫ്രീ ആണ്. എല്ലാവരും അതിലത് ഭാഗമാകുക, അത് ട്രൈ ചെയ്യാം. അതെ, എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഇവന്റ് തന്നെയാണ്. എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. നമ്മള് ഞങ്ങളുടെ ടാഗ് ലൈൻ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അശ്വതി, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് സെലിബ്രേറ്റ് എന്നാണ്. കണക്ട് ചെയ്യാം പുതിയ ആൾക്കാരെ, കൊളാബറേറ്റ് ചെയ്യാം. കൊളാബറേറ്റ് ആൾക്കാരുമായിട്ട് മാത്രമല്ല, പുതിയ ടെക്നോളജിയുമായിട്ട്, പുതിയ കാര്യങ്ങളുമായിട്ട്, നോളജുമായിട്ട് ഇതെല്ലാം കൊളാബറേറ്റ് ചെയ്യാം ആൻഡ് സെലിബ്രേറ്റ് ചെയ്യാം. സെലിബ്രേറ്റ് ചെയ്യുക, അൾട്ടിമേറ്റ് സെലിബ്രേഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇവന്റ് നമ്മൾ തൃശ്ശൂര് ഇങ്ങനെ ഒരു ഇവന്റ് ഇത് ആദ്യമാണെന്ന് പറഞ്ഞു. BNI സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫസ്റ്റ് ടൈം ആണ് നമ്മളിങ്ങനെ ഒരു എക്സ്പോ കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ. ഇങ്ങനെ ഒരു എക്സ്പോ, എമർജിംഗ് തൃശ്ശൂർ 2025 എക്സ്പോ
BNI എന്ന് പറയുന്നത് 560 മെമ്പേഴ്സ് തൃശ്ശൂർ ഉണ്ടെങ്കിലും 7000 മെമ്പറോളം ഓൾ കേരളയിലും 70,000 വരെ മെമ്പേഴ്സ് ഓൾ ഇന്ത്യയിലും വേൾഡ് ഓവർ ഏകദേശം 3.5 ലക്ഷത്തിൽ മേലെ മെമ്പേഴ്സ് ഉള്ള ഒരു വലിയ ഫെറ്റേണിറ്റിയാണ്. തൃശ്ശൂർ നമ്മൾ ഇത്ര സ്കെയിലിൽ നമുക്കിപ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ BNI എന്ന് മാത്രമല്ല ഏതൊരു ഓർഗനൈസേഷൻ എടുത്താലും അതിന്റെ സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് തന്നെയായിരിക്കും. കേരളത്തിൽ വേറെ തൃശ്ശൂർ തീർച്ചയായിട്ടും ഇതേപോലത്തെ ഒരു ഇവന്റ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസും നമ്മൾ പോയി സംസാരിക്കുന്ന ആൾക്കാർ പറയുന്നതും. ഇത്ര വലിയ സ്കെയിലില്ല. ഞങ്ങൾ പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു ഒറ്റ ഇവന്റിൽ കാണിച്ചു കൂട്ടാൻ പോകുന്നത്? ഓരോന്നും ശരിക്കും പറഞ്ഞാൽ ഓരോ ഇവന്റ് ആയിട്ട് തീർച്ചയായിട്ടും നമുക്കറിയില്ലല്ലോ ആക്ച്വലി തൃശ്ശൂരിന്റെ ഒരു പൊട്ടൻഷ്യൽ. ഇപ്പൊ നേരത്തെ അബേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് കേരളത്തിലെ ബിഗ്ഗസ്റ്റ് എല്ലാ ബ്രാൻഡുകൾ എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 60 to 70% സ്റ്റാർട്ട്സ് ഫ്രം തൃശ്ശൂർ. അതിന്റെ ഓണേഴ്സിന് എന്തെങ്കിലും ഒരു തൃശ്ശൂരിൽ നിന്ന് ബിസിനസ് തുടങ്ങി വേൾഡ് ഓവർ എക്സ്പാൻഡ് ചെയ്ത ഒരുപാട് ആൾക്കാർ തൃശ്ശൂരുണ്ട്. ബട്ട് നമുക്ക് നല്ലൊരു എക്സ്പോ അല്ലെങ്കിൽ നല്ലൊരു ഇവന്റ് കാണണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് എറണാകുളത്തേക്കോ കൊച്ചിയോ അല്ലെങ്കിൽ കാലിക്കട്ടോ അതല്ലെങ്കിൽ കോയമ്പത്തൂർക്കോ പോകണം. വൈ നോട്ട് ഇൻ തൃശ്ശൂർ? ഇതാണ് ആക്ച്വലി നമ്മളെ ഒരു ഇതിന്റെ സ്റ്റാർട്ടിങ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ചിന്തിച്ചൊരു കാര്യമാണ്, നമ്മൾ പല സ്ഥലത്തും പോയിട്ട് എക്സ്പോസ് കാണുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് തൃശ്ശൂരിലില്ല? തൃശ്ശൂരിന് അതിന് കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിന് ആരെങ്കിലും ഒരു ലീഡർഷിപ്പ് എടുക്കണമല്ലോ. അതാണ് ഈ BNI അത് ഏറ്റെടുക്കുകയും ഈ 11 പേര് നമ്മൾ അതിന് എനിക്ക് തോന്നുന്നു ഒരു 4.5 മാസത്തോളമായി ഇതിന്റെ ഹാർഡ് വർക്ക് തുടങ്ങിയിട്ട്. നമ്മൾ 4.5 മാസം മുമ്പ് തുടങ്ങിയ പ്ലാനിങ് ആണ്. നമ്മൾ ഏറ്റവും സപ്പോർട്ടീവ് ആയതെന്ന് പറഞ്ഞാൽ പല ഗവൺമെന്റ് ഓർഗനൈസേഷൻസും സൊസൈറ്റികളും ഒക്കെ, ഇപ്പോൾ സെയ്ക്ക് പോലെയുള്ള, KSIDC പോലെയുള്ള, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പോലെയുള്ള എല്ലാവരും നമ്മൾ ട്രസ്റ്റ് ചെയ്തു. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ട്രസ്റ്റ് ചെയ്ത് നമ്മളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തപ്പോഴാണ് ഇത് ഇത്രയും വലിയൊരു സ്കെയിലുള്ള ഒരു പ്രോഗ്രാമായിട്ട് മാറിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളത് അതിന്റെ പൂർണ്ണതയിലെത്തിയിരിക്കുകയാണ്. വൈ നോട്ട് ഇൻ തൃശ്ശൂർ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരു നമ്മുടെ കുറേ നാളത്തെ ഒരു അധ്വാനത്തിന്റെ ഒരു കോർഡിനേഷന്റെ എല്ലാവരും ചേർന്ന് നിങ്ങൾ ഈ ടീം മെമ്പേഴ്സ് എല്ലാവരുടെയും ഒരു കോർഡിനേഷൻ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണല്ലോ. നിങ്ങൾ ഇത്രയും പേര് ഇത്രയും നാള് എടുത്ത എഫേർട്ടിന്റെ ഒരു റിസൾട്ട് കൂടിയാണ് തൃശ്ശൂർ തന്നെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു എക്സ്പോ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ എല്ലാവരുടെയും എഫേർട്ട് ഭയങ്കരമായിരിക്കും. നമ്മൾ ഇതിൽ തന്നെ അതിന്റെ ഒരു PR ആക്ടിവിറ്റി ഒക്കെ തുടങ്ങിയപ്പോൾ തന്നെ നമ്മളൊരു ക്യാരക്ടറിനൊക്കെ നമ്മൾ സാധാരണ കാണാനുണ്ട്, സ്പോർട്സിനൊക്കെ ഭാഗ്യചിഹ്നത്തിനൊക്കെ നമ്മൾ ഗഡിമോൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടറിനെ റിവീൽ ചെയ്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ നോക്കി അതിൽ എല്ലാറ്റിലും കാണാം. ഗഡിമോൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഞങ്ങൾ റിവീൽ ചെയ്യുകയും നമ്മൾ ഈ എക്സ്പോന്റെ എല്ലാ പരസ്യത്തിലും അത് അങ്ങനെ ഒരു പ്രത്യേകതരം ക്യാരക്ടർ തൃശ്ശൂരിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഗഡിമോനെ നിങ്ങൾക്ക് അവിടെ കാണാം. അതെ, ഗഡിമോനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടായിരിക്കും. നമുക്ക് എൻജോയ് ചെയ്യാവുന്ന, സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ എന്തായാലും എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യണം അല്ലേ നമ്മുടെ പ്രോഗ്രാമിലേക്ക്. എല്ലാവർക്കും സ്വാഗതം. ഇത്രയും വലിയൊരു പ്രോഗ്രാം നടത്തുമ്പോൾ തൃശ്ശൂർകാരും മുഴുവൻ അവിടെ എത്തിച്ചേരണം. എല്ലാവരെയും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യാണ് പ്രോഗ്രാം. അപ്പോൾ എമർജിംഗ് തൃശ്ശൂർ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് സെലിബ്രേറ്റ്.